Okay, BVAE 181 Environmental Studies question paper continuation ആണ് 20th question. Which of the following biogeographic zone covers the largest area in India? താഴെ പറയുന്നതിൽ ഏത് ബയോജിയോഗ്രഫിക് സോൺ ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നത്? ഗാൻജറ്റിക് പ്ലെയിൻ എന്നാണ് ഉത്തരം. ഗംഗാ സമതലം അവിടെ ഉള്ളത്രയും ബയോജിയോഗ്രഫിക് ഏരിയ ഉള്ള സോൺ വേറെ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് 7 lakh സ്ക്വയർ കിലോമീറ്ററിൽ സ്പ്രെഡ് ആയിരിക്കുകയാണ്. ഏകദേശം 7 lakh സ്ക്വയർ കിലോമീറ്ററിൽ അത് ഈ ബയോജിയോഗ്രഫിക് സോൺ അവിടെ ഉണ്ട്. ഈ റീജിയന്റെ പ്രത്യേകത വളരെ വാസ്റ്റ് ആണ്, ഫെർട്ടൈൽ ആയിട്ടുള്ള അരിവൽ പ്ലെയിൻ ആണ്. ഗംഗാ നദിയും അതിന്റെ ട്രിബ്യൂട്ടറീസും ഒക്കെ കൂടിയാണ് ഇത് ഈ ഏരിയ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. ഡൈവേഴ്സ് ആയിട്ടുള്ള ഫ്ലോറയും ഫോണയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ലാർജ് ഹ്യൂമൻ പോപ്പുലേഷനും അവിടെ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. മറ്റൊരു ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ നൽകിയിരിക്കുന്ന ഓപ്ഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട് വരുന്നത് വെസ്റ്റേൺ ഗട്ട്സ് ആണ്. എന്താണ് വെസ്റ്റേൺ ഗട്ട്സ് ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട് ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ വെറൈറ്റി ഓഫ് പ്ലാന്റ്സും അനിമൽസും ഫ്ലോറയും ഫോണയും ഉള്ള ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയാം. യുനെസ്കോ അതിനെ ഹോട്ട്സ്പോട്ടായിട്ട് ബയോളജിക്കൽ ഹോട്ട്സ്പോട്ടായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, വെസ്റ്റേൺ ഗട്ട് ആണ്. അപ്പൊ ചോദിക്കും ഈസ്റ്റേൺ ഗട്ട്സ് തീർച്ചയായിട്ടും ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട് തന്നെയാണ്, പക്ഷെ വെസ്റ്റേൺ ഗട്ട്സിൽ ഉള്ളത്രയും ഇല്ല. സുന്ദർബൻസ് അത് മാംഗ്രോ ഫോറസ്റ്റ് ആണ് അവിടെ ഉള്ളത് വെസ്റ്റ് ബംഗാളിൽ, അതും ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട് തന്നെയാണ്. ഒരിക്കലും ഈ വെസ്റ്റേൺ ഗട്ട്സിന്റെ അത്രയും ഇമ്പോർട്ടൻസ് അതിനും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ബിറ്റാർകാനിക ഒഡീഷയിലാണ്. തീർച്ചയായിട്ടും അതും മാംഗ്രോവ് ഫോറസ്റ്റ് ആണ്, കണ്ടൽക്കാടുകൾ തന്നെയാണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറിയുമാണ്. പക്ഷേ അതൊരിക്കലും ഈ വെസ്റ്റേൺ ഗട്ട്സിന്റെ അത്രയും സെയിം സ്കെയിലിൽ ഒരു ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. അപ്പൊ നമുക്ക് ഏറ്റവും വലിയ തന്നിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്നത് വെസ്റ്റേൺ ഗട്ട്സ് തന്നെയാണ്. 22ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഡയറക്റ്റ് യൂസ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റിയുടെ ജൈവ വൈവിധ്യത്തിന്റെ ഇൻഡയറക്റ്റ് യൂസ് വാല്യൂ താഴെ പറയുന്നതിൽ ഏതാണ് അല്ലാത്തത്? ഇസ് നോട്ട് ആൻ ഇൻഡയറക്റ്റ് യൂസ് വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ 2 ബിഗ്ഗസ്റ്റ് വാല്യൂ എന്നാണ്. അപ്പൊ എന്താണ് ബിഗ്ഗസ്റ്റ് വാല്യൂ എന്ന് സംശയം വരും. ബിഗ്ഗസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ ടൈപ്പ് ഓഫ് നോൺ യൂസ് വാല്യൂ ആണ്, ഓർ ഇൻഡയറക്റ്റ് യൂസ് വാല്യൂ ആണ്. അതായത് നമ്മുടെ ഉപയോഗമല്ല, മറിച്ച് നമുക്ക് തൽക്കാലം ഈ ജനറേഷനെ ഉപയോഗമില്ല, എന്നാൽ ഭാവി തലമുറയ്ക്ക് ആ ബയോഡൈവേഴ്സിറ്റി പ്രിസർവ് ചെയ്ത് വെച്ചാൽ ആവശ്യം വരും. ആ അർത്ഥത്തിലുള്ള വാല്യൂ ആണ് ബിഗ്ഗസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ വേറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈസ്തറ്റിക് വാല്യൂ പറഞ്ഞിട്ടുണ്ട്. അതായത് ആളുകൾ പ്രകൃതി സൗന്ദര്യം കാണുന്ന കലാസ്വാദനപരമായ മൂല്യമാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ബ്യൂട്ടിയും യൂണിക്നെസ്സും ആ ബയോഡൈവേഴ്സിറ്റിക്ക് ഉണ്ട്. അത് കാണുക, എൻജോയ് ചെയ്യുക, അതാണ് ഈസ്തറ്റിക് വാല്യൂ. വേറെ നോൺ കൺസെപ്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ആളുകൾക്ക് അത് ബയോഡൈവേഴ്സിറ്റി ഉപയോഗപ്പെടുത്തുകയല്ല, കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ അല്ല, മറിച്ച് കൺസ്യൂം ചെയ്യാതിരിക്കുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് ഇക്കോ ടൂറിസം പോലുള്ള കാര്യങ്ങൾ, അതൊക്കെ ആണ് നോൺ കൺസെപ്റ്റീവ്. കൺസ്യൂം ചെയ്യുന്നില്ല, പക്ഷെ ഇക്കോ ടൂറിസത്തിലൂടെ അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പിന്നെ കൾച്ചറൽ ആൻഡ് റിലീജിയസ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആളുകൾ ബയോഡൈവേഴ്സിറ്റി കൾച്ചറൽ ആയിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള, റിലീജിയസ് ആയിട്ടുള്ള പ്രാധാന്യമുള്ള മലകളും കാടുകളും ഒക്കെ ഇന്ത്യയിലുണ്ടല്ലോ. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇവിടെ നമ്മുടെ ഈ ചോദ്യത്തിന് ഇൻഡയറക്റ്റ് യൂസ് വാല്യൂ അല്ലാത്തത് എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് വാല്യൂ ആണ്. ബാക്കിയെല്ലാം ഇൻഡയറക്റ്റ് യൂസ് വാല്യൂ ആണ്. ബിഗ്ഗസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് യൂസ് വാല്യൂവേ അല്ല, ഇൻഡയറക്റ്റ് വാല്യൂ ആണ്. പക്ഷെ അത് ഈ തലമുറയ്ക്കല്ല, അടുത്ത തലമുറയ്ക്കാണ് അതിന്റെ പ്രയോജനം. നമ്മുടെ ഈ തലമുറയ്ക്ക് ഉപയോഗിക്കാനേ പറ്റില്ല. അടുത്ത തലമുറയ്ക്ക് വേണ്ടി ബയോഡൈവേഴ്സിറ്റി പ്രിസർവ് ചെയ്ത് വെക്കുക എന്ന മൂല്യമാണ്. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി? താഴെ പറയുന്നതിൽ ഏതാണ് ഒരു നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി അല്ലാത്തതെന്നാണ്. ശരിക്കും ഈ നോൺ കൺവെൻഷണൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പാരമ്പര്യേതരം എന്ന് നമുക്ക് പറയാം. അതായത് പാരമ്പര്യം അല്ലാത്തത്. കൺവെൻഷണൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് ഓർത്താൽ കിട്ടും. കൺവെൻഷണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതികൾ. പക്ഷേ അപ്പോ ഈ നോൺ കൺവെൻഷണൽ അല്ലാത്തത് എന്നാണ് ഇവിടെ, നോട്ട് എ നോൺ കൺവെൻഷൻ എന്നാ. അപ്പൊ നോട്ട് എ നോൺ കൺവെൻഷൻ ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? കൺവെൻഷണൽ ഏതാണെന്നാണ് ചോദ്യം. കൺവെൻഷണൽ എനർജി ആറ്റോമിക് എനർജിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ നോൺ കൺവെൻഷണൽ ആണ്. സോളാർ എനർജി പാരമ്പര്യമല്ല, പുതിയതായിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഊർജ്ജോർവിടമാണ്. വിൻഡ് എനർജി പുതിയതായിട്ട് കണ്ടുപിടിച്ചാണ്. പണ്ട് കാലത്തൊന്നും സോളാർ എനർജി, വിൻഡ് എനർജിയും ജിയോ തെർമൽ എനർജിയൊന്നും ഇല്ല, അതൊക്കെ പുതിയതായിട്ട് കണ്ടുപിടിച്ചത്. ഈ
നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് കണ്ടുപിടിച്ചത് അത് റിന്യൂവബിളും ആണ്, വീണ്ടും പുതുക്കി പുനഃസംസ്കരിച്ചെടുക്കാവുന്ന ഊർജ്ജ സ്രോതസ്സും കൂടിയാണ്. അപ്പൊ നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ റിന്യൂവബിളും കൂടിയാണ് എന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നോട്ട് എ നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൺവെൻഷണൽ ഏതാണെന്നാണ്, എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണെന്നാണ്. ആറ്റോമിക് എനർജി പണ്ടിനാലെ മുതൽ ഉപയോഗിക്കുന്നതാണ്. അത് വെച്ച് നോക്കുമ്പോൾ സോളാർ എനർജിയും വിൻഡ് എനർജിയും ജിയോ തെർമൽ എനർജിയും ഒക്കെ പുതിയതാണ്. ഇനി അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഏരിയാസ് ഇൻ ഇന്ത്യ is considered to be suitable for geothermal energy? താഴെ പറയുന്നതിൽ ഏതാണ് ജിയോ തെർമൽ എനർജിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. നോർത്ത് വെസ്റ്റേൺ ഹിമാലയ ആണ് ഇൻ ജിയോ തെർമൽ എനർജി. ഭൂമിക്കടിയിലെ ചൂട് കൊണ്ട് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് നോർത്ത് വെസ്റ്റേൺ ഹിമാലയ പ്രദേശത്താണ്. അവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ ഏരിയക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റേൺ ഹിമാലയൻ റീജിയൻ, പ്രത്യേകിച്ചും ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഇവിടെയൊക്കെ ജിയോ തെർമൽ എനർജി ധാരാളം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. കാരണം ആ പ്രദേശങ്ങളൊക്കെ ടെക്ടോണിക് ആക്ടിവിറ്റി കൂടുതലുള്ളതാണ്, വോൾക്കാനിക് ആക്ടിവിറ്റി ഉണ്ട്, തെർമൽ സ്പ്രിങ്സ് അഥവാ ചൂട് നീരുറവകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഈ നോർത്ത് ഈസ്റ്റേൺ ഹിമാലയ ഇതിൽ കുറച്ചൊക്കെ ഉണ്ട് എന്ന് പറയാം, പക്ഷേ ഈ നോർത്ത് വെസ്റ്റേൺ ഹിമാലയയുടെ അത്രയും ഇല്ല ജിയോ തെർമൽ എനർജി, ഭൂമിക്കടിയിലെ ചൂട് കൊണ്ടുള്ള വൈദ്യുതി ഉൽപാദനം. രാജസ്ഥാനിൽ ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം ജിയോ തെർമൽ എനർജി. ഇനി ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ, അവിടെയും ജിയോ തെർമൽ എനർജി ഹോട്ട്സ്പോട്ട് ഒന്നും അല്ല. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്നാമത്താണ് നോർത്ത് വെസ്റ്റേൺ ഹിമാലയ. അടുത്തത്, മോർ ദാൻ ഹാഫ് ഓഫ് ദി എനർജി നീഡ് ഓഫ് ഇന്ത്യ ഈസ് മെറ്റ് ബൈ. ഇന്ത്യയുടെ ഊർജത്തിന്റെ ആവശ്യത്തിന്റെ പകുതിയിലധികം മീറ്റ് ചെയ്യുന്നത് കൽക്കരിയാണ്, കോളാണ്. ഏതാണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കോൾ മിനിസ്റ്ററുടെ കണക്ക് പ്രകാരം, കൽക്കരി മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം 55-65 അത്രയും പെർസെൻറ്റേജ് എനർജി വൈദ്യുതി ഉൽപാദനത്തിന് കൽക്കരി കത്തിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. ഓയിൽ അതൊക്കെ കഴിഞ്ഞിട്ട് 30% എങ്ങാണ്ടേ ഉള്ളൂ. ഹൈഡ്രോ പവർ വെറും 10-15% ഉള്ളൂ. നാച്ചുറൽ ഗ്യാസ് അതിലും 10-12% ഉള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ എനർജി കൺസംഷന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത് കൽക്കരിയാണ്, കോളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്.